നീ എന്നോട് പിണങ്ങിട്ട് എന്താ മാളു കാര്യം? ഒക്കെ നീയായിട്ട് വരുത്തി വെച്ചതല്ലേ. അപ്പുമായുള്ള റിലേഷനിൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തോളാംന്ന് നീ ഞങ്ങളോട് പ്രോമിസ് ചെയ്തതല്ലേ. എന്നിട്ട് നീയായിട്ട് തന്നെ വാക്ക് തെറ്റിച്ചു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് അച്ഛന് ദേഷ്യം വരില്ലേ? ദേഷ്യം വന്നാലുടനെ ശിക്ഷയും വിധിക്കണമല്ലോ. വീട് ജയിൽ മുറിയാക്കണം, പൂട്ടിയിടണം, സമയാസമയങ്ങളിൽ ഭക്ഷണം, വസ്ത്രം. തീർന്നല്ലോ. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ ഒരാളുടെ ബേസിക് നീഡ്സ്, അല്ലേ അമ്മേ? പോട്ടെ, എത്ര നാളത്തേക്കാണ് ഈ ശിക്ഷ? ഒരാഴ്ച? അതോ 1 മാസത്തേക്കോ? അതുമല്ല, നമ്മളിൽ ആരെങ്കിലുമൊക്കെ ഇല്ലാതാകുന്നിടം വരെയോ? അതും കൂടി ഒന്ന് പറഞ്ഞതാ എനിക്ക്. മാളു, എനിക്ക് വിഷമമൊന്നുമില്ലമ്മേ. എത്ര നാൾ വേണമെങ്കിലും ഞാൻ ഈ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്തിനാ എല്ലാരും കൂടി ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന്? എന്തായിരുന്നു ഞാൻ ചെയ്ത കുറ്റമെന്ന്? അതിന് ഞാൻ പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവുന്നുള്ളൂന്നുണ്ടോ? ആ ഫ്രണ്ട്ഷിപ്പ് അച്ഛന് തീരെ ഇഷ്ടമില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അച്ഛന് മാത്രമല്ല, ഞങ്ങൾക്ക് ആർക്കും. അപ്പൂപ്പ പഴയ ആളല്ല മാളു. ഒരാൺകുട്ടിയുടെ മനസ്സുമായിട്ട് നടക്കുന്ന അവളോട് ഒരു പെൺകുട്ടിയായി ഞാൻ കൂട്ടുകൂടാൻ പാടില്ല. അത് പാപമാണ്, അവിശുദ്ധമാണ്, ഓരോരുത്തതിന് അവീതമാണ്, അല്ലേ അമ്മേ? അമ്മേ, നിങ്ങൾ ഈ പറയുന്ന പുതിയ അപ്പൂനെ ഞാൻ പറഞ്ഞിട്ടാ നിങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. നിങ്ങൾ പേടിക്കുന്ന പോലൊരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നെങ്കിൽ എനിക്കത് എല്ലാവരിൽ നിന്നും മറച്ചു വെക്കായിരുന്നു. എനിക്ക് മാത്രമല്ല, അപ്പൂനും. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ കണ്ടെത്തായിരുന്നു. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ പേരൻസിനോട് ഒന്നും മറച്ചു വെച്ചില്ല. അതുകൊണ്ട് എനിക്കിപ്പോ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു. മാളു, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ലമ്മ, അതമ്മ വെറുതെ പറയുന്നതാ. എന്നെ മനസ്സിലാവുമെങ്കിൽ അമ്മയ്ക്ക് വളരെ ഈസിയായി അപ്പൂനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.